ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാത്രിയിൽ ആറ്റിലൊന്ന് വലയിടാൻ വന്നതാണ്, വീശാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനുള്ള തീറ്റി ഇടുവാണ്. തീറ്റി ഇടുന്നത് പുഷ്ടിയാണ് കേട്ടോ. പശുവിനൊക്കെ കൊടുക്കുന്ന കലക്കി കൊടുക്കുന്ന തീറ്റിയില്ലേ, അതാണ്. അത് നമ്മളിങ്ങനെ ആറ്റിൽ കുറേ സ്ഥലത്തായിട്ട് മാറി മാറി ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇടും. അപ്പോൾ നമ്മളത് ഇടുമായിരുന്നേ. രാത്രി വീശുമ്പോഴാണ് നമുക്ക് കൊഞ്ചൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ചെമ്മീനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ രാത്രി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീശാനുള്ള വലയൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി എടുക്കുവാണേ. രാത്രിയിൽ വെട്ടം കുറവാണ്, അത് കാരണം നമ്മുടെ വീഡിയോ എന്തുമാത്രം ക്ലിയർ ആകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാലും ശരി, ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി. മഴയായിക്കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ കൊശക്കിനെയൊക്കെ കിട്ടും എപ്പോഴും. അപ്പോൾ ഈ സമയത്താണ് അതിനെ കിട്ടുന്നത്. അപ്പം വന്ന് പിടിച്ച് നമ്മൾ കൊണ്ടുപോയി അച്ചാറിട്ട് വെക്കാനൊക്കെ ആയിട്ട് എടുക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ വലയെല്ലാം വിരിച്ചെടുത്തു. ഇനിയിപ്പം വീശുന്നത് കാണിക്കാൻ പറ്റുമോ അറിയത്തില്ല, ഇരുട്ടാണ്. എന്നാലും മാക്സിമം ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാവേ. ഇത് വീശിയത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, ഇരുട്ടായിപ്പോയി കേട്ടോ. അടുത്ത പ്രാവശ്യം വീശുന്നത് കാണിക്കാവേ. അതെ, ഇത് കിട്ടി, നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒറ്റ വല വീശുമ്പോൾ തന്നെ ഒരുപാട് മീനിയൊന്നും കിട്ടത്തില്ല കേട്ടോ. കുറേശ്ശൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അറിഞ്ഞിലും വയമ്പും അതുപോലെ തന്നെ കൊഞ്ചും കൊശക്കും അങ്ങനെയെല്ലാം കുറേശ്ശെ കിട്ടത്തുള്ളൂ. നമ്മൾ പല പ്രാവശ്യമായിട്ട് വീശിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള മീനിനെ കിട്ടുന്നത്. അപ്പം ഇപ്പം എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അറിഞ്ഞിലുണ്ട്, അതുപോലെ വയമ്പുണ്ട്, കൂരിയുണ്ട്, കൊശക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ പെറുക്കി ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് പെറുക്കി ഇടും. ടോർച്ച് അടിച്ച് നോക്കിയാട്ടോ ഈ മീനിനെ എടുക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇപ്പോൾ ഇതേ കിട്ടാൻ നമ്മൾ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്ന് നമുക്ക് ഈ സമയം കുറഞ്ഞായിരുന്നല്ലോ കിട്ടുന്നത്, പോയി. നല്ല ഭംഗിയാണ് ടോർച്ച് ലൈറ്റില്ലേ. ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇരുട്ടത്ത് ഇങ്ങനെ ഈ ചെമ്മീൻ്റെ കണ്ണിങ്ങനെ തിളങ്ങും. വല ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ തിളങ്ങുന്ന കാണുമ്പോൾ നമുക്കറിയാം കൊശക്കുണ്ട് എന്നുള്ള കാര്യം. കണ്ടോ ചെമ്മീനാണ് കിടക്കുന്നത്, കണ്ടോ. ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയത്തില്ല, ഇരുട്ടല്ലേ അത് കാരണം. പക്ഷേ ഈ സമയത്ത് വീശിയാലേ കിട്ടുകയുള്ളൂ ഈ കൊശക്കിനെ. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വീശി നമുക്ക് ആവശ്യത്തിനുള്ള മീനെ നമ്മൾ പിടിക്കും. കൂരിയൊക്കെ ഉണ്ടെങ്കിൽ കയ്യെ മുള്ളു കുത്തിക്കയറി കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിലിരുന്ന് പഴുക്കും. കൂരിയുടെ മുള്ളൊക്കെ കയ്യെ കുത്തിക്കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ വലിയ പാടാണ്. കണ്ടോ, ഇതൊക്കെ ചെമ്മീനാണ്, അത് കൂരിയാന്ന് തോന്നുന്നു. അതിന് നമ്മൾ എടുക്കത്തില്ല, വലിയ പാടാണ് വെട്ടിക്കഴുകി എടുക്കുക. കണ്ടോ, അതെ പിടിക്കുന്നതേ ഉള്ളേ. മഴയൊക്കെ ആണെങ്കിലും വന്ന് വീശാൻ വരുന്ന ഒരു രസമാണ്. കാരണം രാത്രിയിൽ വലിയ ആളും ബഹളവും ഒന്നും ഇല്ലാത്ത സമയത്ത് വന്നത് വീശുന്നത്. ആരായാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അച്ഛൻ വരത്തില്ലെന്ന്. നമ്മൾ ഇപ്പോഴേ വീശിക്കൊണ്ടുവന്ന മീനാണ് ഇതെല്ലാവേ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിഞ്ഞു മാറ്റണം. ഇതിനകത്ത് ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ ഇത് കണ്ടോ അറിഞ്ഞിൽ, അതുപോലെ തന്നെ ഇത് മുള്ളൻകണ്ണി എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കണ്ടോ, അത് കടലിൽ ഒരു സൈസ് മണങ്ങ എന്നൊക്കെ പറയുന്നൊരു മീനില്ലേ, അതുപോലത്തെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീനാണ് ഇത് മുള്ളൻകണ്ണി. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിഞ്ഞ് മാറ്റിയിടാം ആദ്യം, എന്നാലേ പറ്റത്തുള്ളൂ.
ചെമ്മീനും ആ മീനും ഒക്കെ രണ്ടായിട്ട് എടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ വെക്കാം. ഇന്നിപ്പം വെട്ടലൊന്നും നടക്കത്തില്ല, കാരണം ഒത്തിരി രാത്രിയായി, 10 മണിയോളമായി. രാത്രി വീശുമ്പോഴായി ഈ ചെമ്മീനൊക്കെ കിട്ടുന്നത്. അപ്പം രാത്രിയിലായി പോയി വീശുന്നത്. അത് ഈ മഴ സമയത്ത് പോയി വീശിയാലേ കിട്ടത്തുള്ളൂ കേട്ടോ, അല്ലാതെ വീശിയാൽ കിട്ടത്തില്ല. അപ്പോൾ ഈ സമയത്താകുമ്പോൾ ഇങ്ങനെ ചെമ്മീനൊക്കെ കിട്ടും. ദേ ചെറിയൊരു വള്ളത്തി, ഇതിനെയൊക്കെ കളഞ്ഞാൽ മതി. അതിവർ ഇതിനെ എല്ലാത്തിനെയും എടുത്തുകൊണ്ട് പോകുന്നു, ചെറിയതാണെന്ന് നോക്കാതെ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് പോകുന്നു. ഇതിന് അറിഞ്ഞിലിനാണ് കേട്ടോ പറയുന്നത്. ഇത് കണ്ടു, ഇവിടെ പറയുന്ന അറിഞ്ഞിലിനാണ്. നമ്മുടെ കടലിലെ കരിനന്തൻ എന്ന് പറയുന്ന മീൻ പോലെ, ഇവിടെ ഞങ്ങൾ കരിനന്തൻ ഈ കടലിൽ ഇതുപോലുള്ള മീനിന് പറയുന്നത്. ഇത് തിരിഞ്ഞ് മാറ്റലൊരു ജോലിയാണ്. ഇതിനകത്ത് ഈ അഴുക്കുകളൊക്കെ ഒത്തിരി വരും. വീശുമ്പോൾ ആറ്റിലുള്ള അഴുക്കും പോളയും എല്ലാം കയറി വരും. ഇനിയിപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം എടുത്ത് ഫ്രീസറിലോട്ട് വെക്കാനായിട്ട്. ഇത് കണ്ടോ, കരിനന്തൻ പോലത്തെ മീൻ വലിയതായത് കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. ചട്ടിക്കകത്ത് കിടക്കത്തില്ല, അത് ചാടി ചാടി ഇങ്ങനെ വെളിയിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടോ, മത്തിക്കുഞ്ഞിനെ പോലെ ഇരിക്കും കണ്ടോ. ഇതിനിവിടെ പറയുന്ന പേരെന്തുവാ ഗൗര, ഞാൻ മറന്നുപോയി. എന്തോ വയമ്പെന്നാണ് ഇതിന് പറയുന്ന പേര്. ചില സമയത്ത് പേരങ്ങ് മറന്നു പോകും. ചെമ്മീൻ മാത്രം ഇത്ര കിട്ടിയിട്ടുണ്ട് കണ്ടോ. ദേ ജീവനുണ്ട്. ഇത് കണ്ടോ, ദേ കണ്ടോ, അനങ്ങുന്ന കണ്ടോ, ജീവനുള്ളതാ. പിടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. ദേ ഇപ്പോൾ വൃത്തിയായി കണ്ടോ. നേരത്തെ കാണിച്ചപ്പോൾ അഴുക്കല്ലായിരുന്നു, ഇപ്പം നല്ല വൃത്തിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് ചത്തുപോയിട്ട് വേണം എടുത്ത് ഫ്രീസറിൽ വെക്കാൻ. ജീവനോടെ വെക്കുന്ന കഷ്ടമല്ലേ. അപ്പോൾ ഇതൊന്ന് ചത്തിട്ട് എടുത്ത് കുറച്ചൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ചത്തുപോകും. അപ്പോൾ എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ട് നാളെ എടുത്ത് വൃത്തിയാക്കിയെടുക്കും. ഇതാ കിട്ടിയ ചെറിയ മീനെല്ലാം കൂടാണ്, ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, അതെല്ലാം കൂടാണ്. ഇതിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഇത് കിട്ടിയിട്ട് നമ്മൾ ഇവിടെ പീര പറ്റിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നും കൂടി ഇത് ആർക്കും വേണ്ട. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് കരുതി. കൊടുത്താലും നമ്മൾ വൃത്തിയായിട്ട് കഴുകിയൊക്കെ വേണമല്ലോ കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ചെമ്മീനും ഇതും എല്ലാം കൂടെ കൊടുക്കാമെന്ന് കരുതി കഴുകിയെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ രാത്രി തന്നെ കൊടുത്തു വിടും. ഈ മീനെ ഗൗരിക്ക് വേണമെന്ന് പറഞ്ഞു, അതാണ് ഇത് കൊടുക്കുന്നില്ലെന്ന്. ഇതിന് 5-6 അറിഞ്ഞിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാനായി. അതിനകത്തൊരു ചെമ്മീൻ കിടക്കും. ഇത് നമുക്കിനി ഇന്ന് രാത്രി തന്നെ അങ്ങ് വെട്ടിക്കഴുകി അങ്ങ് വെക്കാം. ഇത് വെട്ടിക്കഴുകി ഫ്രീസറിനകത്ത് അങ്ങ് വെച്ചാൽ രാവിലെ എടുത്ത് വറക്കുകയോ കറി വെക്കുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അത് ഇന്ന് വീശാൻ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ മീനാണ് ഇത്രയേ. അപ്പോൾ ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാൽ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.